സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനുമൊക്കെ മുന്നേ കൊച്ചിയിൽ പ്രത്യക്ഷപ്പെട്ട ഹൈബി ഈഡന്റെ ബോർഡുകൾ വലിയ ചർച്ചയായിരുന്നു. പിന്നാലെ അത് വിവാദവുമായി. ഹൃദയത്തിൽ ഹൈബി എന്ന തലക്കെട്ടിൽ ചിത്രം ഉൾക്കൊള്ളിച്ച ബോർഡുകൾക്ക് പിന്നിൽ എന്താണ് ഇത്ര വലിയ സർപ്രൈസ്? റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ മാസമാണ് ഹൈബി ഈഡന്റെ ചിത്രം ഉൾപ്പെടെ ഈ ബോർഡുകൾ കൊച്ചിയിൽ നടന്നത്. ചർച്ചകൾ സജീവമായതോടെ വിവാദവും തലപൊക്കി. CPIM നേതാവ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ ബോർഡുകൾക്കെതിരെ പരാതി നൽകി. മെട്രോ പില്ലറുകളിൽ രാഷ്ട്രീയ പരസ്യങ്ങൾ പാടില്ലെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പരാതി. പിന്നാലെ ബോർഡുകൾ നീക്കം ചെയ്തു. ഒടുവിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഹൈബി തന്നെ ബോർഡിന് പിന്നിലെ സർപ്രൈസ് വെളിപ്പെടുത്തി. അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങൾ വിവരിക്കുന്ന പുസ്തകമാണ് ഹൃദയത്തിൽ ഹൈബി. ഒപ്പം ഇനി എന്തൊക്കെ ചെയ്യാനാകുമെന്നും പുസ്തകത്തിൽ വിവരിക്കുന്നു. ഇടതുപക്ഷ അനുഭാവിയായ നടൻ മണികണ്ഠനാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. അതൊരു MP ആയിട്ടോ MLA ആയിട്ടോ അല്ലെങ്കിൽ ഒരു നാളത്തെ ഒരു വോട്ടിന് വേണ്ടിയുള്ളതല്ല എന്ന് എനിക്ക് വ്യക്തമായി അന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് പങ്കെടുത്തത്. എൻ്റെ രാഷ്ട്രീയ ചിന്തകളും അല്ലെങ്കിൽ അനുഭാവങ്ങളും എന്താണെന്ന് എല്ലാവർക്കും നന്നായി അറിയാം. തെരഞ്ഞെടുപ്പ് കാലത്ത് സാധാരണയായി പുറത്തിറക്കുന്ന കൈപ്പുസ്തകത്തിന് എന്തിനാണ് ഇത്ര പബ്ലിസിറ്റി നൽകിയതെന്നാണ് വിമർശകരുടെ ചോദ്യം. 24 കൊച്ചി.